പാലക്കാട് നഗരമധ്യത്തിൽ 46-കാരിയുടെ വാരിയലിൽ തകർത്ത ക്രൂരപീഡനം. നട്ടെല്ലിനും ക്ഷതമേറ്റു. ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവുകളുണ്ട്. അറസ്റ്റിലായ സുബയ്യൻ മുൻപ് ഭാര്യയെ ക്രൂരമായി ആക്രമിച്ച കേസിലും പ്രതിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ക്രൂരമായ പീഡനവും അതിനെ തുടർന്നുള്ള കൊലപാതകവുമാണ് 2 ദിവസം മുൻപ് പാലക്കാട് നഗരത്തിലുണ്ടായത്. സുബയ്യൻ എന്ന് പറയുന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പാലക്കാട് സൗത്ത് പോലീസാണ് ഇയാളെ പിടികൂടിയത്. 2 ദിവസം മുൻപ് ഒരു സ്ത്രീയുമായി ഇയാൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്നു. ഇത് താൻ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീയാണ്, ഇവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ബോധം പോയി എന്നൊക്കെയാണ് ആ സമയത്ത് അയാൾ ഡോക്ടറോടും മറ്റ് ആശുപത്രി അധികൃതരോടും പറഞ്ഞത്. പക്ഷേ ആശുപത്രിയിലുള്ളവർക്ക് അല്പം സംശയം തോന്നി. അവർ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന പീഡന വിവരവും അതിനെ തുടർന്നുള്ള കൊലപാതകവും പുറത്തു വന്നത്. ഈ യുവതിയും സുബയ്യനും ഒക്കെ തന്നെ ഈ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, തെരുവിൽ നടക്കുന്ന ആളുകളാണ്. അതിനിടയിൽ കഴിഞ്ഞ 2 ദിവസം മുൻപ് രാത്രി ഇയാൾ അമിതമായി മദ്യപിച്ചു. അതിനുശേഷം ഈ സ്ത്രീയുടെ അടുത്തെത്തുകയും അവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ക്രൂരമായ പീഡനം ആ സ്ത്രീക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അവരുടെ വാരിയെല്ലുകൾ തകർന്നു, ശ്വാസം മുട്ടിച്ച് അവരെ കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ സുബയ്യനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അധികം വൈകാതെ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളും സ്വീകരിക്കും. We have found 80 injuries on the body of the victim, which includes the bite marks on her breast area, on her lips. Her ribs are broken, and there are a lot of injuries in her private parts also. And she is died due to smothering asphyxia, due to the breathlessness. So this accused has smothered her to the death. He has hold her neck and broken her ribs. Due to that, the victim has died. So now this we have initially we have registered a case under 194 BNSS, which is unnatural death. But after getting the facts, we have altered the section to 66 BNS, old 376A IPC. ഇയാൾക്കെതിരെ ഇതിനു മുൻപും ഗാർഹിക പീഡനവും അതോടൊപ്പം തന്നെ ചിറ്റൂരിൽ ഒരു ആശുപത്രിയിൽ അക്രമം ഉണ്ടാക്കിയത് അടക്കമുള്ള കേസുകൾ മുൻപും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇയാൾ വലിയ രീതിയിൽ വളരെ ബ്രൂട്ടലായിട്ടാണ് ആ സ്ത്രീയോട് പെരുമാറിയതെന്നും പോലീസ് വ്യക്തമാക്കി.